ചിരി പൂരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ ഇന്നത്തെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം. ആൻഡ് ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങളെ, ബിനു അടിമാലി ആൻഡ് നെൽസൺ ഷൂറന. യെസ്, അങ്ങനെ ഞാൻ ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്ത് വിളിച്ച് ഡാൻസേഴ്സിന്റെ കൂടെ ഒരു അകമ്പടിയൊക്കെ കൊടുത്ത് രണ്ടുപേരെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എന്നോട് വേണമെങ്കിൽ നന്ദി പറയാം. അത് എന്നോട് നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. ഞാനാണ് എനിക്ക് ഡാൻസേഴ്സിനെ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ചേട്ടന്മാർക്ക്, അവരാണല്ലോ സ്റ്റാർസ്, അവരാണല്ലോ ഈ ഷോയുടെ പില്ലേഴ്സ്. അതുകൊണ്ടല്ല അവരുടെ കൂടെ താളം തെറ്റിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് എവിടെ നിന്ന് കിട്ടി ഹ്യൂമർ സെൻസ്? പാരമ്പര്യമായി ഇങ്ങനെ പകർന്നു ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചോണ്ടിരിക്കുകയാണ്. അരങ്ങാറ്റം ഉടനെ ഉണ്ട്. അതെ അതെ, രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ ചിലർക്ക് ഒരു വിചാരമുണ്ട്, എനിക്ക് ആകെ 2 സ്റ്റെപ്പേ അറിയുള്ളൂ. അത് ഏത് സ്റ്റെപ്പാന്നറിയോ? അത് കാണിക്കാൻ എനിക്ക് പറയത്തൂല്ല. വേണ്ട വേണ്ട, വിസിലുണ്ടായിരുന്നെങ്കിൽ അടിച്ചിട്ട് സുല്ലി പിടിക്കായിരുന്നു. വേണ്ട, ഞാൻ പിന്നൊരു അവസരത്തിൽ കാണിക്കുമ്പോ എനിക്ക് നാണോ, അതോടെ പോയി ഇരിക്കേ. ശരി, കെടുത്തുന്നില്ല. സ്കിറ്റുമായിട്ട് ഇനി വേദിയിലേക്ക് എത്താൻ പോകുന്നു ടീം ഫൺ സ്റ്റാർസ്. നടക്കില്ല നടക്കില്ല നടക്കില്ല. ഹലോ, എന്തോ പറയുന്നത് നിങ്ങള്? നടക്കില്ല നടക്കില്ല നടക്കില്ല. എന്നിട്ട് നിങ്ങൾ നടന്നോണ്ടാണല്ലോ എത്ര നേരം സംസാരിച്ചത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നാട് മുഴുവൻ കൃത്രിമമാണ്. അരിയിൽ കൃത്രിമം, മണ്ണെണ്ണയിൽ കൃത്രിമം, പൂവിൽ കൃത്രിമം, മൊത്തം കൃത്രിമം. അതുകൊണ്ട് കൃത്രിമത്തിനെതിരാണ് എന്റെ ഈ സമരം. എന്ത് കൃത്രിമത്തിന്? കൃത്രിമ ഗർഭത്തിനെതിരെ ഒറിജിനൽ സമരം. അത് ശരി. ഇപ്പൊ എന്താ പ്രശ്നം? മൊത്തത്തിൽ പ്രശ്നം എന്താ? ഇവിടെ ഇപ്പൊ സർക്കാർ കുത്തിവെപ്പ് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലിയിൽ, എനിക്കും എന്റെ ഉമേഷിനും ജോലിയിലായിരിക്കാണ്. ഉമേഷാ? അതൊരു അച്ഛനാണോ? അല്ല, എന്റെ കാള. കാളയോ? ഉമേഷോ കാളയോ? കാളക്കാരെങ്കിലും ഉമേഷ് എന്നൊക്കെ പേരിടുവോ? ഒരു കാര്യം ചെയ്യാം, കാളയ്ക്ക് ബിനു അടിമാലി നിട്ടിട്ട് നിങ്ങൾക്ക് ഉമേഷ് കുമാർ എന്ന പേരിടാം. മതിയോ? ഉമേഷ്, അതാ കറക്റ്റ്. എനിക്ക് തെറ്റ് പറ്റിയതാ. അപ്പൊ അത് മതി. ഇത്ര ഞാൻ ഉണ്ടാക്കിയെടുത്ത ബാനർ കാള കൊണ്ടോണ്ട് അങ്ങനെ വേണ്ട. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ ഉമേഷ് കുമാർ എന്തിനാണ് ഈ കാളയ്ക്ക് പേരിട്ടത്? വേറെ പേരൊന്നും കിട്ടിയില്ലേ? ഉമേഷ് കുമാർ എന്ന കാളയ്ക്ക് പേരിട്ടെന്തിനാണ്? എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടതാണ്. അച്ഛന്റെ ഓർമ്മയ്ക്കാ? മനസ്സിലായില്ല. എന്റെ അച്ഛൻ ഭയങ്കര ചവിട്ടും കുത്തുവായിരുന്നു. അവസാനം സഹിക്കാൻ പോയതാ എന്റെ അമ്മ അച്ഛനെ അടുത്തിട്ട് അടിച്ചടിച്ച് അച്ഛൻ അങ്ങ് ചത്തു. അങ്ങനെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അമ്മ ഇട്ട പേരാണ് ഉമേഷ് കുമാർ. എന്നാലും അച്ഛന്റെ ഓർമ്മയ്ക്ക് കാളക്കിടാതെ വേറെ ആർക്കും മക്കാർക്കും ഇട്ടൂടെ? അതല്ല, ഈ ഉമേഷ് കുമാർ എന്ന് കേൾക്കുമ്പോ അമ്മയ്ക്ക് അടിക്കാൻ തോന്നും. വാരി പറക്കിട്ട് കാളയെ അങ്ങ് അടിക്കും. കാളയാകുമ്പോ അടിക്കാം, അതിനു വേണ്ടി. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അച്ഛന്റെ പേരാണോ ഉമേഷ് കുമാർന്ന്? അപ്പൊ ഏത് സമയത്തും തല്ലാൻ വേണ്ടി കാളക്കിട്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്താണ്? ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റേ ഉണ്ടല്ലോ, എറണാകുളത്തൊക്കെ സംസാരിച്ചില്ലേ, ഫെമിനിസ്റ്റ്. പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഫെമിനിസ്റ്റുകളുണ്ട്. ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ആണിസ്റ്റുണ്ടോ? അത് മനസ്സിലാക്കണം. ഇവിടെ കുത്തിവെപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ പശുവിനെ ചവിട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രസവം വരെ ഞങ്ങൾ കൂടെ നിൽക്കും. അല്ലാതെ ഗർഭമുണ്ടാക്കിയിട്ട് വഴിയിൽ കളഞ്ഞിട്ട് പോകണമെന്നല്ല എന്റെ ഉമേഷ് കുമാർ. നിങ്ങൾക്ക് എന്താണ് പണി? എന്താണ് നിങ്ങൾക്ക് എന്താ പണി? എന്താണ്? ഗർഭമുണ്ടാക്കി അല്ല, ഞാനല്ല. പിന്നെ ഞങ്ങൾ പശുവിനെ ചവിട്ടിച്ച് ഗർഭം ഉണ്ടാക്കും. ആര്? ഞങ്ങൾ, എന്റെ പശു. എന്നിട്ട് കാളയ്ക്ക് ലാടമടിക്കും, പശുവിന് മൂക്കേറി കിട്ടും. ഇതൊക്കെയാണ് ഞങ്ങളുടെ പണി. ഓ, അങ്ങനെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ആയിരക്കണക്കിന് പശുക്കുട്ടികൾക്കും വികാര നിർഭീനെ കിടക്കുന്ന കാളക്കുട്ടന്മാർക്കും വേണ്ടി ഞാനിവിടെ നിരാഹാര സമരം ആരംഭിക്കാൻ പോവുകയാണ്. സാറിനറിയൂ, ഞാൻ കണ്ടിട്ടുണ്ട് 1000 ദിവസങ്ങളിൽ എന്റെ ഉമേഷ് കുമാർ ആകാശത്ത് നിലാവും നോക്കി വികാര നിർഭീരനായി ബബിൾക്കോം ചവച്ചായി ഉറക്കി കിടക്കുന്നത്. അതുകൊണ്ട് വിദേശ ബീജം ഇവിടെ വേണ്ട, സ്വദേശി മാത്രം മതി. അല്ല, ഞാൻ ചോദിച്ചിട്ടെ സാറേ, എന്താണ് ഒരു ഗർഭത്തിന് എന്ത് കിട്ടും? തെങ്ങി ചേർത്ത് കൂമ്പിന് ഇടി കിട്ടും. ഞാൻ കാളയുടെ കാര്യമാണ് ചോദിച്ചത്. അയ്യോ, ഞാൻ വിചാരിച്ചു എന്റെ കാര്യമായിരിക്കും. എന്നാ നിന്നെയാണെങ്കിൽ കൊല്ലണം, അതാണ് വേണ്ടത്. വിദേശ ബീജം വേണ്ട, വിദേശ ബീജം വേണ്ട. രാജനാ? അല്ല, മന്ത്രി. എന്തടാ രാജ? കുന്തട രാജ. സുഖമാണോ? ഇവിടെ പലർക്കും സൂഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. എന്നോട് നിനക്ക് ഇച്ചിരി വിരോധം ഉണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ഈ കൃത്രിമ ഗർഭമൊക്കെ ഉണ്ടാക്കുന്നത് സർക്കാർ തീരുമാനമല്ലേ? ആണോ? നിങ്ങൾ കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചതാണ്. എത്ര കുട്ടികളുണ്ട്? കുട്ടികളില്ല. എന്ത് സർക്കാർ തീരുമാനിച്ചില്ലേ?
ഈ സർക്കാരിന്റെ തീരുമാനങ്ങളും ഈ ഇഞ്ചക്ഷൻ കാര്യങ്ങളും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ കുത്തിവെച്ച് ഇവിടെ കുട്ടികൾ ഉണ്ടാക്കുമ്പോൾ അത് വളർന്ന് വലുതാക്കുമ്പോൾ അതിന്റെ അച്ഛനാരെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ സിറിഞ്ച് എടുത്ത് കാണിക്കുമോ? അത് ശാസ്ത്രത്തിന്റെ വളർച്ചയാണ്. നിങ്ങളെ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉമേഷ് കുമാർ തളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, പറമ്പിൽ മിണ്ടാതെ പശു പുല്ല് നിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പുറകിൽ കൂടെ ചെന്ന് കുത്തിവെച്ച് കുട്ടികൾ ഉണ്ടാക്കുന്നതാണോ നിങ്ങളെ ശാസ്ത്രം എന്ന് പറയുന്നത്? അയ്യോ, അതെ, നീ പറയുന്ന പോലെ നിന്റെ കാളെ വിട്ട് ഈ പശുവിന്റെ കൂടെ വിട്ട് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അത് നാടൻ കുട്ടിയല്ലേ ഉണ്ടാവുള്ളൂ. അതിന് പകരം മറ്റേ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ബീജം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നല്ല കരുത്തുള്ള ചുണക്കുട്ടന്മാർ വിദേശികൾ ഇവിടെ ഉണ്ടാവില്ലേ? വിദേശ നിക്ഷേപം നടത്തുന്ന എക്സ്പ്രസ് ഹൈവേയുടെ പണിയാണ്. നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് തീരെ സമയമില്ല. കാരണം ഇവിടെ ഒരു പശുവിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു വിദേശി കുഞ്ഞ് ഈ ഭൂമിയിൽ കാൽ തൊടും. വിദേശിയെയും മണ്ണിൽ കാല് കുത്താൻ ഞാൻ അനുവദിക്കില്ല. അത് മാത്രമല്ല, ഞങ്ങൾ പശുവിനെ ചവിട്ടിച്ചു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന കുഞ്ഞ് സ്വദേശി കുഞ്ഞാണ്. അത് മലയാളം സംസാരിക്കും. പക്ഷേ നിങ്ങൾ വിദേശത്തോടുള്ള ബീജം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ആംഗലേയ ഭാഷയാണ് സംസാരിക്കുന്നത്. അതെങ്ങനെ? ഞങ്ങൾക്ക് വരുന്ന കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഉടൻ തന്നെ അമ്മേ അമ്മേ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ കുത്തിവെച്ച കുഞ്ഞുങ്ങളോ മമ്മേ മമ്മേ എന്നല്ലേ വിളിക്കുന്നത്. നീ കാര്യം നോക്കി അങ്ങോട്ടൊക്കെ പായും തലാടൊക്കെ ചുട്ടി പറക്കി ഇറങ്ങി മനസ്സിലാന്ന് പറഞ്ഞില്ലേ? 100 കൂട്ടം പ്രശ്നം ഇവിടെ ഉണ്ട്. 100 കൂട്ടം കാര്യങ്ങൾ വേറെ ഇവിടെ ഉണ്ട്. 100 കൂട്ടം കാര്യങ്ങൾ. ഡോക്ടർ സാറേ, സാറേ പ്രസവിച്ച സാറേ, എന്റെ കുഞ്ഞവിടെ സാറേ, എന്റെ കുഞ്ഞവിടെ സാറേ. ഏതാണ് പ്രസവം ഗർഭം? ഇത് കുത്തിവെച്ചോ? സാറേ പ്രസവിച്ച സാറേ, ഇങ്ങ് വാ സാറേ, പ്രസവിച്ച സാറേ. ഈ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി ഇത് പ്രസവാശുപത്രി അല്ല, ഇത് മൃഗാശുപത്രി. അതറിയാം സാറേ. ചോദിക്കട്ടെ സാറേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ സാറേ? എന്റെ പശുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? കോംപ്ലിക്കേറ്റഡ് ആണ്. ഓപ്പറേഷൻ വേണ്ടി. നിനക്കത് തന്നെ വേണം. എനിക്കൊരു അവസരം തന്നിരുന്നെങ്കിൽ ഇത് വരുമായിരുന്നു. സാറേ, എനിക്ക് ടെൻഷൻ കയറി കൈയും കാലും ഒക്കെ വിറയ്ക്കണം. രായത്തി പോലെ വെള്ളം താടാ. ഗർഭം ഉണ്ടാക്കാൻ വിദേശ ബീജം, കുടിക്കാൻ വെള്ളം മലയാളി. നീ ഇന്ന് വെള്ളം കൂച്ചതുപോലെ അതെ സാറേ, ഇതൊക്കെ എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കണം സാറേ. ഭയങ്കര പറയില്ല. കോഴിക്ക് കൊടുക്കാൻ ഇഞ്ചക്ഷൻ അടിച്ച് കേട്ടാ അങ്ങോട്ട് അടിച്ച് കയറ്റി പോവാതെ വലിയേക്ക്. എന്റെ സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യും. എടാ രായ, എന്റെ കൈയും കാലും ഓടലടാ. ഒരു ഓട്ടോ വിളി, അത് നല്ലപോലെ ഓടും. എന്റെ ദൈവമേ, എന്ത് ചെയ്യും സാറേ? എനിക്കാകെ ടെൻഷൻ കയറിയിട്ടേ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കൊച്ചാണാണോ പെണ്ണാണോ എന്നറിയാൻ എന്ത് ചെയ്യണം? കൊച്ചാണാണോ പെണ്ണാണോ എന്നറിയാൻ പശുവിന്റെ വയറ്റിൽ കൊണ്ട് ചെവി ഇങ്ങനെ വെക്കണം. ആണാണെങ്കിൽ മിണ്ടൂല, പെണ്ണാണെങ്കിൽ എന്നുള്ള ബഹളമായിരിക്കും. അങ്ങനെ വേണം തിരിച്ചറിയാൻ പറ്റും. ഇവൻ മണ്ടനാണ്. എടാ, ഇതിനൊക്കെ നാടൻ രീതിയിൽ പല പ്രയോഗമുണ്ട്. നീ കൊണ്ടോ, ഞാൻ പറഞ്ഞുതരാം. ചവിട്ടിക്കാനോ സമ്മതിച്ചില്ല. ഇങ്ങോട്ട് ചെവി ഉണ്ടോ? ഞങ്ങളൊക്കെ അങ്ങനെയാണ് നോക്കുന്നത്. എന്താ എന്റെ കൂടെ പറയൂ സാറേ. എന്റെ കൊച്ചിനെ പെട്ടെന്നൊന്ന് പുറത്തെടുക്കണം. ഈ പെട്ടെന്നൊക്കെ പുറത്തെടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഗോദറേജിന്റെ അലമാരി അല്ല, തുറന്ന് അങ്ങോട്ട് നോക്കിയിട്ട് എടുത്ത് വെളിയിലോട്ട് വെക്കാൻ. ഇതിനൊക്കെ കുറെ സമയവും കാലങ്ങളും ഒക്കെ ഉണ്ട്. സാറേ, ഇനി വന്നാണ് മുക്കുണ്ടാ. എല്ലാരും പറയുന്നു ഞാൻ ഇവിടുന്ന് ഓരോ സാധനങ്ങൾ മുക്കണം. പക്ഷെ അമ്മച്ചിയാണ് ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒന്നും മുക്കിയിട്ടില്ല. എന്തിനാ ഉമേഷ് കുമാരേ നീ വല്ലവന്റെ ഗർഭത്തിൽ വായി നോക്കി നിൽക്കുന്നത്? അങ്ങോട്ട് തിരിഞ്ഞ ആ പറമ്പിൽ ഏതെങ്കിലും പശു ഉണ്ടെങ്കിൽ ലൈൻ അടിക്കാൻ അല്ല. പിന്നെ ഇവന്റെ ഒരു കാര്യം. എന്റെ സാറേ, അതല്ലെന്ന്. എന്റെ പശുവെ പ്രസവിക്കാൻ വേണ്ടി മുക്കുന്നുണ്ടാ? അത് മുക്കുന്നുണ്ട്. ഉണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂറിനകം അത് പ്രസവിക്കും. നിങ്ങൾ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നു? കുറച്ച് കഴിയുമ്പോ ഇവൻ ഇവിടെ നിന്ന് മുക്കുന്നത് കാണാം. സാറേ, ആ പെരട്ട് കാളരായം കുറെ നേരം കൊണ്ട് ഷൈൻ ചെയ്യാണ്. ഇനി അവൻ മിണ്ടിയ അടിച്ചവൻ്റെ കാരണക്കുറ്റി ഞാൻ പൊട്ടിക്കും. പന്ന പട്ടി. എൻ്റെ പശുവിൻ്റെ പ്രസവവും അവൻ്റെ മൂക്കാമണ്ട പൊട്ടണതും ഒരുമിച്ചായിരിക്കും. നോക്കൂ. എന്ത് സാറേ? എന്ത് എന്നെ അല്ല വിളിച്ചത്? ആള് മാറി. എന്താണ് അറിയേണ്ടത് സാറേ? ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാലേ സാറേ, ഇപ്പൊ ഈ എന്റെ പശു പ്രസവിക്കാൻ പോണേല്ലോ. പ്രസവിക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് കൊടുക്കും സാറേ? 2 പാട്ട ചവരപ്രാശം മേടിച്ചോട്. അല്ല സമ്മതിക്കോടെ നീ. അതല്ല സാറേ, ഇനിയിപ്പോ പ്രസവിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് കൊടുക്കും സാറേ? പ്രസവിച്ച് നല്ല തെങ്ങും പൂക്കലാതി രസായനം കൊടുത്താൽ മതി. ആ തെങ്ങും പൂക്കലെടുത്ത് നിന്റെ മണ്ടാൽ അടിച്ചതാണ് ഞാൻ. മിണ്ടിപ്പോരുത് നീ. സാറേ, ഇനി വരും സാറേ. സാറേ, കുട്ടി ഇപ്പൊ പുറത്തോട്ട് വരുമല്ലോ, അപ്പൊ എന്ത് കൊടുക്കും? അപ്പൊ നമ്മള് 2 വാഴയ്ക്കപ്പം ഒരു ചായ. ഏത് കുട്ടിക്ക്? എന്റെ കുട്ടി വൈകിട്ട് 4 മണിക്ക് വരുമ്പോൾ ഞാൻ അതാണ് കൊടുക്കുന്നത്.
ആ ഉമേഷ് കുമാറിനെ കൊണ്ട് ഇവനെ ചവിട്ടിപ്പിക്കണമായിരുന്നു. അങ്ങനെ വേണം, അങ്ങനെ ചെയ്യണം, എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ. വള്ളം വീശയും വെച്ചോണ്ട് മുന്നിൽ ഇറങ്ങി പോടാ വട്ടപ്പൊട്ട അത്തപ്പൂ ഓണത്തിന് മുമ്പ് ഇട്ടോണ്ട് വന്ന് നിൽക്കുന്നു. സാറേ ഞാൻ ഭയങ്കര ടെൻഷനിലാണ് സാറേ. എന്തൊരു കൊടുക്കും എന്നുള്ള ഭയങ്കര ടെൻഷൻ സാറേ. എന്തൊരു കൊടുക്കും? നീ ആദ്യം അതിലിച്ചിരി സമാധാനം കൊട്. അയ്യോ എന്റെ നന്ദിനിക്കുട്ടി, അയ്യോ എന്റെ നന്ദിനിക്കുട്ടിക്ക് എങ്ങനെയുണ്ട്? അയ്യോ ഡോക്ടറെ, കരയരുത്. ഈ അവസരത്തിൽ കരയാൻ പാടില്ല, വിഷമിക്കരുത്, പിടിച്ചു നിൽക്കണം. നമ്മളെ നന്ദിനിക്കുട്ടി നല്ലൊരു കുഞ്ഞിനെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്റെ ഉമേഷ് കുമാറിനെ ജനിക്കാത്ത കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന നന്ദിനിക്കുട്ടിയുടെ അമ്മയാണത്. എനിക്ക് കൊണ്ട് വിഷമം. നിങ്ങൾ ആരാണ്? ഞാൻ നിങ്ങളുടെ ഭാര്യ. അപ്പൊ ഇവിടെ ഈ വന്നേക്കുന്ന പശു എന്റെ പശു, എന്റെ പൊന്നു നന്ദിനിക്കുട്ടി. ഏത് വകുപ്പിലടി നിന്റെ പശു ആവണത്? എന്റെ നന്ദിനിക്കുട്ടി 6 മാസം ഗർഭിണിയാകുന്നവരെ അവളെ തീറ്റിപ്പോറ്റി വളർത്തിയത് ഞാനാണ്. നീ തീറ്റി പോറ്റി അങ്ങ് വളർത്തി സാറേ. എവളെ ഒരു കുന്തവും ചെയ്തിട്ടില്ല. ഇവക്ക് പശുവിന്റെ ഒന്നും ഒരു സ്നേഹമില്ലായിരുന്നു സാറേ. ഞാനാണ് സാറേ നോക്കിയത്. നോക്കിയാ നിങ്ങൾ എന്ത് കൊടുത്ത് നോക്കി? നീ എന്ത് കൊടുത്തടി? ആഹാ, ഞാൻ എന്ത് കൊടുത്തെന്നാ? അവളുടെ തൊഴുത്തിൽ ഞാൻ മൊസൈക്ക് ഇട്ട് കൊടുത്തു, ഫാൻ ഇട്ട് കൊടുത്തു, ലൈറ്റ് ഇട്ട് കൊടുത്തു, ഫുൾ ടൈം പാട്ടിട്ട് കൊടുത്തു. അപ്പൊ ഈ വൃത്തിയായിട്ട മനുഷ്യൻ ചെയ്ത എന്താണെന്നറിയാവോ? ഇങ്ങേര് നന്ദിനെ അഴിച്ച് പെരക്കാത്ത ഇട്ടിട്ട് ഇങ്ങേര് ആ തൊഴുത്തി കയറി കിടന്നു. അത് ഭയങ്കര ഇടപാടായി. പറഞ്ഞുകൊടുക്കാം. അല്ലല്ല, സംഭവം തരുന്നറിയണ്ണ. അതായത് എന്റെ പൈസ, ഞാൻ സമ്പാദിച്ച പൈസ, അതെടുത്ത് വീട്ടിനകത്ത് ഇയാളുള്ള AC-യും ടൈൽസും മാർബിളും അതും ഇതൊക്കെ ഇവള് എരുത്തില്ലാത്ത ചെയ്തിട്ട് വീട് മുറി തൊഴുത്ത് കണക്ക് കിടക്കണം. അപ്പൊ ഞാൻ തൊഴുത്തിലോട്ട് താമസം മാറ്റിയിട്ട് നന്ദിനി അങ്ങ് മുറിക്കകത്തോട്ട് താമസിപ്പിച്ചു. അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് സാറേ, ഞാൻ ഇവനായിട്ടുള്ള പ്രശ്നം എന്തെന്നറിയാം. ഇവക്ക് ഭയങ്കര ലോഗോയാണ്. ലോഗോയൊക്കെ വെച്ച് വന്ന് നിൽക്കാൻ ഇത് ഏത് കമ്പനിയുടെ ബിൽഡിംഗ് ആടേ? ലോകോയാ? എന്തോന്നാടേ ലോഗോ? അല്ല, ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് നെൽസണ്ണന്റെ കൂടെ തോന്നണ ഒരു അസൂയം കുശുമ്പോ അങ്ങനെയൊക്കെ ഒരു സാധനം കണ്ടുകൂടായ്മ കാണുമ്പോൾ ഈഗോ. ഈഗോ. ഇയാള് ഗോ സാറേ, പിണങ്ങി പോകാനുള്ള കാരണം ഇതൊന്നുമല്ല. ഇയാൾ എന്റെ അച്ഛനെ കൊരങ്ങാന്ന് വിളിച്ച്. അത് വളരെ മോശമായി പോയി. നിങ്ങളുടെ അച്ഛൻ ആരെ പോലെ ഇരിക്കും? എന്നെ പോലെ ഇരിക്കും. ഇയാളുടെ ഭാഗത്ത് ന്യായം. ഇയാൾ കാര്യം പറ. അത് തന്നെയല്ല സാറേ, എന്റെ അച്ഛന് എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടെന്നറിയാവോ? ഒരു അച്ഛൻ ഒരു മകളോടുള്ള സ്നേഹം സാറിന് മനസ്സിലാക്കാൻ പറ്റൂലേ? എന്ത്? ഒരു അച്ഛന്റെ വികാരം അറിയാവുന്ന നിങ്ങളാണോ എന്റെ ഉമേഷ് കുമാറിന് അച്ഛനാവാനുള്ള അവസരം നിഷേധിച്ചത്? നീ ഒരു സാറേ, വേറൊരു കാര്യമുണ്ട് സാറേ. ഇവിടെ അച്ഛൻ ചെയ്ത ഒരു പരിപാടി ആക്കണോ? അങ്ങനെ എല്ലാ മാസവും ബലിയിടാൻ പോകും. ഒരിക്കൽ എന്നെ കൂടെ ബലിയിടാൻ വിളിച്ചു. പറഞ്ഞോടേ എന്തിനത് അങ്ങോട്ട് അത് വേറൊന്നുമല്ല. എല്ലാ മാസം കാക്കല്ലേ ചോറ് കൊടുക്കണത്, ഇത്തവണ ഒരു പട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പട്ടി അല്ലേടി? ഞാൻ പട്ടിയല്ലേടി? 3 മാസം കഴിഞ്ഞ് ഇവിടെ തന്നെ വരണം. ഇയാൾ പട്ടിയുടെ ഇഞ്ചക്ഷൻ എടുക്കണം. എന്നെ കൊറേ ആളാ പഠിക്കുന്നത്. എന്റെ സാറേ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നിങ്ങളെല്ലാം കൂടെ നിൽക്കേണ്ടത് തുറന്നു പറയണം. എവളൊരു കഴുതയാണ്. കഴുതയ്ക്ക് കൊടുക്കാൻ ഇവിടെ മരുന്ന് വന്നിട്ടില്ല കേട്ടോ. സത്യം ഇല്ലാത്തോണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ 2 എണ്ണം അടിച്ച് കയറ്റിയത്. സാറേ, ഒന്ന് ഇങ്ങോട്ട് നിൽക്കോ. അങ്ങ് കീഴ്ക്കാൻ തൂക്കി പോയി കിടക്കാതെ. പിന്നെ സാറേ, ഒരു കാര്യമുണ്ട്. സാർ ഈ പശുവിനെ എങ്ങനെയും പ്രസവിപ്പിച്ച് ആ കൊച്ചിനെ എന്റെ കയ്യിലോട്ട് തരണം. അയ്യോ, കൊടുക്കരുത്. എന്റെ കൈ തരണം. ഞാനാണ് അവളെ പുല്ലും വെള്ളമൊക്കെ കൊടുത്ത് പോറ്റിയത്. നീ അങ്ങ് പോറ്റി ഒന്ന് പോടി അവിടെ. സാറേ, ഞാനുണ്ടല്ലോ സാറേ, രാവിലെ പശു എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഇടയിൽ പോയി ശ്രീകൃഷ്ണൻ ഓടക്കുഴലിൽ വായിക്കും പോലെ ഇങ്ങനെ ഓടക്കുഴലിലും വായിച്ചോണ്ട് നിൽക്കുമായിരുന്നു. നിനക്ക് അതാണ് പറ്റിയ പണി. താടി വെച്ച കൃഷ്ണൻ ബാക്കി പറയും. സാർ ഇതിനകത്ത് ഇടപെടരുത്. സാർ ഇടപെടരുത്. ഇടപെടും. സാറിനാണ് ഇതിന് ഇടപെടാനുള്ള അവകാശമുള്ളത്. സാറെന്തിനാ ഇടപെടുന്നത്? നീ ഇത്ര നേരം അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നല്ലടാ. പിന്നെ നീ എന്തിനാ ഇപ്പൊ അങ്ങനെ അനുകൂലിച്ച് പറയണത്? ഗർഭം ഉണ്ടാക്കിയാ പോരാ, അതിന് വളർത്താനും കൂടെ പഠിക്കണം. അനാവശ്യം പറയരുത് കേട്ടാ. സാറേ, കുഞ്ഞിനെ എനിക്ക് തരണം. ഞാൻ അവളെ നന്ദിനെ വളർത്തിയ പോലെ തന്നെ പൊന്നുപോലെ നോക്കിക്കോളാം. സാറേ, കൊച്ചിനെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇതാ പൊന്നെ പോലെ ഞാൻ നോക്കണം. സാറേ, സാറേ, എനിക്ക് തന്നാ മതി സാറേ. ഞാൻ നോക്കിക്കോളാം സാറേ. ഈ 2 പേരും കൂടെ കയ്യിൽ നീട്ടിപ്പിടിച്ച് നിന്നാ എന്റെ പോക്കറ്റിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് തൊട്ട് അങ്ങോട്ട് തരാൻ പറ്റിയല്ല. ഇത് പ്രസവിക്കണം ആദ്യം. അതിന് ഇച്ചിരി സമയം കൊടുക്കണം. സമയമായി. ഞാൻ ആദ്യം അത് പ്രസവിച്ചോന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. നിനക്ക് ടെൻഷൻ ഒന്നും ഇല്ലേടേ? പിന്നെ ഇംഗ്ലീഷ് ഗർഭത്തിന് ഞാനെന്തിനാണ് അടിക്കുന്നത്? എന്റേത് മലയാളം ഗർഭം. അയ്യോ, ഇത് കഴിഞ്ഞ ജന്മത്തിൽ വരികകളായിരുന്നു. എന്താ? നിന്റെ കാലി കിടക്കണ എന്റെ ചെരുപ്പാണ്. പിണങ്ങി പോയപ്പോ നീ എടുത്തോണ്ട് പോയത്. പശുവിന്റെ പ്രസവം എടുക്കാൻ വന്നാ കൊന്തി കളിക്കാം. പശു പ്രസവിച്ചേ.
അവന്റെ വരവ് കണ്ടാത്തൊന്ന് അവനാണ് പ്രസവിച്ചത്. അങ്ങനെ രണ്ടും രണ്ടു പാത്രം. ആ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ ഇംഗ്ലീഷ് മീഡിയം കുത്തിവെച്ച പാത്രമേ വരത്തോളന്ന്. ഇനി വെങ്കല ഉരുളി വരും, കിണ്ടി വരും. അല്ല ഞാൻ ചോദിക്കട്ടെ, അതിനകത്ത് വല്ല ജങ്കാറ് വല്ലതും വന്നോ? പോടാ വരുന്നു. ഒരബദ്ധം പറ്റി. ആവശ്യമില്ലാതൊരു അബദ്ധം പറ്റുന്നു പറയരുത്. ഗർഭത്തിന്റെ കേസായതുകൊണ്ട് അവർ വേറെ വല്ലതും ചിന്തിക്കും. ചുമ്മാ പോടെ, ഞാൻ ഗ്ലൗസ് ഇട്ടില്ലെന്നാണ് പറഞ്ഞത്. ഓ ഗ്ലൗസ് പിന്നെ ബ്ലൗസ് ഇട്ടുണ്ടെന്ന് ഞാൻ പശുവിന്റെ അടുത്ത് ആദ്യ രാത്രി വിളിക്കാൻ പോലെ മിണ്ടായ. സാറേ പ്രസവിച്ചല്ലേ കൊച്ചിനെ എനിക്ക് താ സാറേ, ഞാൻ കൊണ്ടുപോകും. സാറേ എനിക്കിതാ സാറേ. അത് പറ്റുള്ള സാറേ, എനിക്ക് തരണം, ഞാൻ കൊണ്ടുപോകും. അയ്യോ സാറേ. സാറേ ഞാൻ വെച്ച് മിണ്ടാത്ത ഇവക്ക് കൊച്ചിനെ കൊടുക്കരുത്, എനിക്ക് കൊച്ചിനെ തരാൻ പറ്റുള്ള സാറേ. പ്രശ്നം എന്താന്ന് പറഞ്ഞാലേ ഈ പ്രസവം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞുകൊണ്ട് കൊച്ച് വളരെ സുഖമായിട്ട് ഇരിക്കുന്നെങ്കിലും ഈ നല്ലപോലെ തീറ്റയും വെള്ളവും ഒക്കെ കൊടുക്കണം. അതിനത് വേണം. അയ്യോ അത് ഞാൻ കൊടുത്തോളാം, ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. പക്ഷെ അതിന്റെ കൂടെ ഒരുപാട് ഈ വില കൂടിയ മരുന്നുകളും വാങ്ങിച്ചു കൊടുക്കണം. അത് ഞാൻ കൊടുക്കാം സാറേ, ഞാൻ പണിക്കോണം, എന്റെ പൈസ ഇട്ടല്ലോ, ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം സാറേ. എനിക്ക് താ സാറേ, ഞാൻ നോക്കിക്കോളാം സാറേ. അയ്യോ സാറേ ഞാൻ അല്ലേ, നോക്കിക്കോളാം. നിങ്ങൾ രണ്ടുപേരും ഈ രണ്ടിടത്തായി കഴിഞ്ഞാൽ ഈ കൊച്ചിനെ എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും? ഇപ്പം ഇതാണ്, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? ഇല്ല സാർ. ഇല്ല. അപ്പൊ കുട്ടികളില്ലാത്ത നിങ്ങൾക്ക് വേണ്ടി ഈ കുട്ടിയെ നിങ്ങൾ സന്തോഷകരമായിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് ഒന്ന് വളർത്തിക്കുക. ഞാൻ നോക്കട്ടെ എന്ന് തീരുമാനിച്ചു നിങ്ങൾ. അവിടെ സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മ ചേട്ടൻ സമ്മതിക്കുവാണെങ്കിൽ എനിക്കും കുഴപ്പമില്ല. അപ്പൊ പിന്നെ നീ എന്താ നല്ല അമ്പോറ്റി ഒരു കൊച്ചിനെ എടുത്തോണ്ട് സന്തോഷകരമായിട്ട് വീട്ടിലോട്ട് പോക്കോ. അപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ലേ? നിങ്ങൾക്ക് കുട്ടിയെ കിട്ടിയില്ലേ? ആ തള്ള എനിക്ക് തന്നൂടെ? എന്തിന്? എന്റെ ഉമേഷ് കുമാറിന് ഒരു അവസരം. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു അടിപൊളി സ്കിറ്റ് കൂടെ കണ്ടിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ് ഉമേഷ് കുമാറിന്റെ മുതലാളി കിഷോറയുടെ പൊളിച്ച് അടുക്കി തകർത്തു. മിഞ്ചേടാ കോമഡിയിലെ അസുരവിത്തുക്കളായി നിൽക്കുന്നത്. ഈ അസുരവിത്തുക്കള് അതും നല്ല നാടൻ നാടൻ അസുരവിത്തുക്കളാണ്. അവര് വന്ന ചിരിപ്പിച്ച് കൊല്ലും എല്ലാവരെയും. ഈ ഒരു ചെറിയ ത്രെഡ് വെച്ച് മൃഗാശുപത്രി പഴയകാല പാരമ്പര്യമായിട്ട് ഇത് തലമുറകളായിട്ട് കൈമാറുന്ന ആളുകൾ വരെ ഉണ്ടായിരുന്നു. ഈ പശുവിനെ കാളേനെ കൊണ്ട് ഇങ്ങനെ പോയി സഞ്ചരിച്ച് ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ചേട്ടനുണ്ടായിരുന്നു. കറക്റ്റ് ഈ ഷേപ്പാണ്. അതുപോലെ ജയചന്ദ്രൻ ഭായ് ഭാര്യയുമായി പിണങ്ങിയിട്ട് ലാസ്റ്റ് വന്ന് ഈ കുഞ്ഞിനെ വേണ്ടി, ഈ കുഞ്ഞുണ്ടായപ്പോഴത്തേക്കും അവർക്ക് കുഞ്ഞില്ല, ഈ കുഞ്ഞുണ്ടായപ്പോൾ അവരൊന്നായി. ഡോക്ടർ കറക്റ്റ് ഒരു ഇംഗ്ലീഷ് ഡോക്ടറുടെ എല്ലാ ലുക്കും സന്തോഷ് ഭായിക്ക് അല്ലേ? അടിപൊളി. എന്താണ് ഇപ്പം ഇതിനെ എനിക്ക് ഞാൻ ചിരിച്ച് ഇവിടെ പൊത്തുവന്ന് അടിച്ചടിച്ചൊക്കെ ഞാൻ ചിരിച്ചത്. അത്രയ്ക്ക് സൂപ്പർ. നല്ല 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 നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത, എല്ലാവരും നമ്മളൊക്കെ അത് തന്നെ പറയുന്നത്, നമ്മളൊന്നും കേട്ടില്ലാത്ത ഒരുപാട് കോമഡി നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്. അതെ. സോ ഇത്രയും ഒരു സൂപ്പർ സ്കിറ്റ് നമുക്ക് തന്ന ഈ ടീമിന് നമുക്ക് സ്റ്റാർസ് കൊടുക്കണ്ടേ? എത്ര സ്റ്റാർസ്? യെസ്, 4 സ്റ്റാർസ് ആണ്. ഇടയ്ക്കൊക്കെ 5 അവിടെ ഇവിടെ മിന്നുന്നുണ്ട്, പക്ഷെ മെജോറിറ്റി 4 ആയതുകൊണ്ട് നമ്മൾ 4ൽ നിർത്തുകയാണ്. അപ്പൊ നമുക്ക് ഇവരുടെ സമ്മാനങ്ങൾ കൈയോടെ കൊടുക്കാം. നെൽസേട്ടാ ആൻഡ് അടുത്തതായിട്ട് വേദിയിലേക്ക് ഒരു 1-man ഷോയുമായി എത്തുന്നു സുജിത് ചാത്തന്നൂർ. സുജിത്തെ പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. അപ്പോൾ സുജിത്ത് പ്രൊഫഷണൽ ആയിട്ട് ഇത്തരം പെർഫോമൻസുകൾ ചെയ്യുന്ന ആളാണോ, അത് വേറെ എന്തെങ്കിലും കൂടെ ആക്ടിവിറ്റി ഉണ്ടോ കൂടെ? ഞാൻ തബലിസ്റ്റാണ്. തബലിസ്റ്റാണ്. ഓക്കെ. പിന്നെ മിമിക്രിയോട് ഭയങ്കര താല്പര്യം. മിമിക്രിയോടുള്ള താല്പര്യം കൊണ്ട്. അപ്പൊ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? സ്റ്റാർസ് ആണോ? 3 സ്റ്റാർസും പിന്നെ 2 സിംഗേഴ്സിന്റെ വോയിസും. സിംഗേഴ്സിന്റെ വോയിസും. ഓക്കെ, കേട്ട് നോക്കാം. ശരി. ആദ്യമായി ഇന്ദ്രജിത്തിന്റെ വോയിസ്. ഇന്ദ്രജിത്തിന്റെ വോയിസ് ആണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. 10-12 വർഷമായില്ലേ നമ്പൂരിച്ച സർവീസിൽ കയറിയിട്ട്. ഇതുവരെ പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ രീതി അറിയില്ലല്ലോ. ഇങ്ങോട്ട് മാറി. എന്താണ് നിന്റെ പേര്? വട്ടപ്പേര് പറടാ. മീശ മാധവൻ. കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷേ നാളെ കാണുമ്പോൾ ആ മീശ അവിടെ കാണരുത്. വടിച്ചേച്ച് വരണം. ക്ലീൻ ഷേവ് കേട്ടോടാ. കൊള്ളാം. ഇനി അടുത്തതാരാണ്? ഇനി ശ്രീ പ്രൊഫസർ മുതുകാടിന്റെ വോയിസ്. ഓക്കെ, ശ്രീ ഗോപിനാഥ് മുതുകാട്. നമസ്കാരം. ഇന്ന് വിഷ്ണുമോന് അങ്കിൾ ഒരു മാജിക് കാട്ടിത്തരാൻ പോവുകയാണ്. മോൻ
സുജു മാമിൻ്റെ കയ്യിൽ നിന്ന് ഒരു 2000 രൂപയുടെ നോട്ട് വാങ്ങി അങ്കിളിനെ തരിക. റൈറ്റ്. ഇനി വേണു അങ്കിളുടെ കയ്യിൽ നിന്ന് ഒരു 2000 രൂപയുടെ നോട്ട് വാങ്ങി അങ്കിളിനെ തരിക. റൈറ്റ്. ഈ 2 നോട്ടുകളും കൂടി അങ്കിൾ മടക്കി ചുരുട്ടി അങ്കിളുടെ പോക്കറ്റിൽ വയ്ക്കുകയാണ്. ഈ നോട്ട് ഇനി അങ്കിൾ തിരിച്ചു തരുന്നതല്ല. ഇതിന് മാജിക്കിൽ കൂടുവിട്ട് കൂടുമാറ്റം എന്ന് പറയും. റൈറ്റ്. ഓക്കെ, ഗുഡ് ജോബ്. ഇനി അടുത്തതാരാണ്? അടുത്തതായി റിയാസ് ഖാൻ്റെ വോയിസ്. റിയാസ് ഖാന്റെ വോയിസ്. ഓക്കെ. എന്താ പഠിപ്പിച്ചിട്ട് എത്ര കാലമായി എത്ര ക്യാഷ് മുടക്കിയല്ലതാ? ചീങ്കടി ജോസ് എന്ന പേര് മാറി ദുബായ് ജോസ് എന്ന പേര് കിട്ടിയില്ലേ? അത് തന്നെ വലിയ ധാരാളം. എല്ലാവർക്കും പോരട്ടെ കപ്പയും കരിമീനും അടിച്ച് കയറുവാ മോനെ. വളരെ നന്നായിരുന്നു മോനെ, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ചെയ്ത സ്റ്റാറുകളും എല്ലാം മെച്ചമായിരുന്നു. ചേട്ടാ, ഒരു തികഞ്ഞ കലാകാരനാണെന്ന് അദ്ദേഹം തുടക്കത്തിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചു. കാരണം തികഞ്ഞ ഒരു കലാകാരനാണ്. പ്രത്യേകിച്ച് വേറെ സംഭവമുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് അപ്പോൾ ഓക്കെ സുജിത്, നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. യു. പ്രിയമുള്ളവരെ, നിങ്ങളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രൊഫസർ രഘുൽ വാലയുടെ സാഹസിക പ്രകടനങ്ങൾ ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഈ സാഹസിക പ്രകടനങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രൊഫസർ രഘുൽ വാലയെ ഈ വേദിയിലോട്ട് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പ്രൊഫസർ രഘുൽ വാല. നിങ്ങൾക്ക് വേണ്ടി പ്രൊഫസർ രഘുൽ വാലയുടെ സാഹസിക പ്രകടനം ഇത് ആരംഭിക്കാൻ പോകുന്നു. ഇതാണ് പ്രൊഫസർ രംഗുൺ വാല. അതെ, യെസ്, ഐ ആം. ഏത് കോളേജിലെ പ്രൊഫസറാ? ഐ ആം പ്രൊഫസർ രഘുൽ വാല. അല്ല, ഏത് കോളേജിലെ പ്രൊഫസറാ? കോളേജിലോ? ഏ? ഞാനോ? ഏ? സ്കൂളിന്റെ പടിവാതിലിൽ പോയിട്ടില്ലാത്ത ഞാൻ എവിടെയാണ് പ്രൊഫസർ ആകുന്നത്? അല്ല, പിന്നെ പ്രൊഫസർ എന്ന് പറഞ്ഞു. പ്രൊഫസറോ? ഇത് അങ്ങനത്തെ പ്രൊഫസർ അല്ല, ഞാൻ മാജിക്കിലെ പ്രൊഫസറാണ്. മാജിക്കിലെ പ്രൊഫസർ അതൊരു പദവിയാണ്, പദവി, ഒരു അംഗീകാരമാണ്. അങ്ങനെയൊക്കെ അംഗീകാരം കിട്ടും. അങ്ങനെ അറിയില്ലേ? ഉദാഹരണത്തിന് നമ്മുടെ ഡോക്ടർ KJ യേശുദാസ്, അതെ, അദ്ദേഹം സ്റ്റെതസ്കോപ്പും സിറിഞ്ചും എടുത്ത് മനുഷ്യനെ കുത്തിവെച്ചിട്ടാണോ അദ്ദേഹം ഡോക്ടറായത്? ആ ഡോക്ടറല്ല, ഡോക്ടറേറ്റ് അതൊരു പദവിയാണ്. അങ്ങനെ കിട്ടിയ പദവിയാണ് പ്രൊഫസർ രഘുൽ വാല. പ്രിയമുള്ളവരെ, ഒരു ചാൻ വയറിന് വേണ്ടിയിട്ടുള്ള സാഹസിക പ്രകടനങ്ങൾ ഇതാ ആരംഭിക്കുകയായി. അയ്യോ, ഈ നീ ഭയങ്കര സെൽഫിഷ് ആണ്. നീ നിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നിന്റെ ഒരു ചാൻ വയറിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ? എന്റെ വയറോട് ചേർത്ത് പറയണം. ക്ഷമിക്കണം, ഒരു ചാക്ക് വയറിന് വേണ്ടിയിട്ടുള്ള സാഹസിക പ്രകടനങ്ങൾ ആരംഭിക്കുകയായി. ഒരു ചാക്ക് വയറോ? എന്തെയോ എന്റെയാണോ ഒരു ചാക്ക് വയറ്? ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചാക്ക് വയറല്ലേ ഇത്? എടാ, ഇത് ഒരു ചാക്ക് വയറല്ലേ ഇത്? പിന്നെ ഇതാണ് 6 പാക്ക്. ഇത് 6 പാക്ക് അല്ല, ഇതാണ് ഫാമിലി പാക്ക്. ഒരു ഫാമിലിക്ക് കഴിക്കാൻ മുഴുവൻ ഇതിനകത്ത് കൊള്ളും. ഇതാണ് അസിസ്റ്റന്റ് പദവി കട്ട് ചെയ്യും. ഹലോ പ്രൊഫസർ, നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാകാതെ എന്തെങ്കിലും നമ്പർ കാണിക്കും. വന്ന് വഴക്കല്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറയുക. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുന്നിൽ വെച്ച് പ്രൊഫസർ 2 ട്യൂബ് ലൈറ്റ് കടിച്ചു തിന്നുന്നതായിരിക്കും. 2 ട്യൂബ് ലൈറ്റ് കടിച്ചു തിന്നുന്നു. ഞാനോ? നമ്മൾ നാഗപുരം മാർക്കറ്റിൽ കാണിച്ച ഐറ്റം. അത് കാണിക്കുക, അത് കാണിക്കുക. നീയല്ലേ കടിച്ചിരുന്നു? അല്ല, പ്രൊഫസർ അല്ലേ കടിച്ചിരുന്നത്. കാണിക്കുക, പ്രേക്ഷകരിരിക്കും. ട്യൂബ് കടിച്ചു കാണിക്കണം. എനിക്കൊന്നും കടിച്ചു തിന്നാൻ പറ്റില്ല. അതെന്താ പറ്റാതെ? എനിക്ക് വിശപ്പില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഐറ്റം ചെയ്യുന്നതാണോ? ഹലോ ശിഷ്യ, ചെയ്യുന്നതാണോ ഇത്? അതെ അതെ, ചെയ്താണോ? അല്ല, അത് ചെയ്താൽ ശരിയാവത്തില്ല. അതെന്താ? അല്ല, അത് വേണ്ട. അത് അതിന് ട്യൂബില്ലല്ലോ. ആര് പറഞ്ഞു ട്യൂബ്? ഞാൻ എടുത്തോണ്ട് വരാം. നിന്നോട് പറഞ്ഞു കൊലക്ക് കൊടുക്കാൻ വന്നാണോ? നീ ഹെൽപ്പ് ചെയ്യാൻ വന്നല്ലേ? ട്യൂബുള്ള ഐറ്റം ഉണ്ടായിരിക്കോട്ടെ. അല്ല, ഈ ട്യൂബ് തിന്നാ എന്താ പ്രശ്നം? നിങ്ങൾ സ്ഥിരം ചെയ്യണല്ലേ? അല്ല, ട്യൂബ് തിന്നുന്നതിനകത്തൊരു ചെറിയ വിഷയമുണ്ട്. എന്ത് വിഷയം? ഞാൻ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഈ പരിപാടി അവതരിപ്പിച്ചു. പരിപാടി അവതരിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇൻകമ്മിങ്ങിന് കുഴപ്പമില്ല, പക്ഷേ ഈ ഔട്ട് ഗോയിങ് ഭയങ്കര അതുകൊണ്ടാ. വേറെ എന്തെങ്കിലും ഒരു മാജിക്ക് കാണിക്കൂ. പിടിച്ചെടുത്തു, വേറെ എന്തെങ്കിലും മാജിക്ക് പിടിച്ചെടുത്തു. ഇവിടെ വെറൈറ്റി എടുത്താലോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ചേട്ടൻ ഈ മാജിക് ഒക്കെ കാണിച്ചു നടക്കാതെ വല്ല മേസ്തിരി പണിക്ക് കൂടെ? അയ്യോ, ഇത് ഞാൻ ഇതാരാ പറഞ്ഞു പോയിട്ടില്ലെന്ന്. ഞാൻ മേസ്തിരി പണിക്ക് പോയതാണ്. പോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ബംഗാളികൾ എന്നോട് ചോദിക്കുകയാണ്,
താങ്കൾക്ക് ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാതെ വല്ല സർക്കസിനും സൈക്കിൾ യജ്ഞത്തിനും പോയിക്കൂടെ? അങ്ങനെയാണ് ഞാൻ സൈക്കിൾ യജ്ഞം തിരഞ്ഞെടുത്തത്. കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ ഈ ഐറ്റം ചെയ്യാറുണ്ടോ? സർക്കസ് അച്ഛനുണ്ട്. അച്ഛനുണ്ടോ? അച്ഛൻ്റെ നമ്പർ ഏതാണ്? അച്ഛന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ തലേന്ന് ചായ തിളപ്പിക്കും. തലേന്ന് ഞങ്ങൾ ചായ പിന്നെ മീൻകറിയൊക്കെ വെച്ച് നമ്മൾ കഴിക്കാറുണ്ട്. അതും വലിയ പാടെന്നുള്ള നിങ്ങൾ എന്താ ഈ പറയുന്നത്? വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കൂ. അതല്ല, തലേ വെച്ച് ചായ തിളപ്പിക്കും. ഓ അതോ? എന്നിട്ട് എന്താ എന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു അതിപ്പോ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതെന്താ? മുതലാവില്ല. അതെന്താ സംഭവം? അത് ഈ തലേ വെച്ച് ചായ തിളപ്പിച്ച് ഈ 10 രൂപയുടെ സാധനമാണ് ഈ വെച്ച് തിളപ്പിക്കുന്നത്. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് 25,000 രൂപ പോയി. അതെന്തിന്? മുടിയെല്ലാം കത്തിപ്പോയി. വിഗ് മേടിച്ചു കൊടുത്തേക്കുക. അത് ശരി. അപ്പൊ മുതലാവത്തില്ല. അത് ശരി. അത് പറഞ്ഞാൽ ശരിയാ. അങ്ങോട്ട് ചെന്ന് നോക്കണം. പ്രൊഫസറെ, ചിരി വരും. കാക്കയെ തലയ്ക്കുന്ന തലേ വെച്ചേക്കുന്ന പോലൊരു വിഗ്. പ്രൊഫസറെ, നമ്പർ എന്തെങ്കിലും കാണിക്കും. നമ്മുടെ നൈസ് ഐറ്റം, മുട്ട വെച്ചുള്ള ഐറ്റം. മുട്ട വെച്ചുള്ള മുട്ട കൊണ്ടുവന്നിട്ടുണ്ടോ? മുട്ട അങ്ങനെയാണെങ്കിൽ ഒരു മുട്ട തന്നാൽ ഞാൻ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. മുട്ട ഒരു കാര്യം ചെയ്യും. മുട്ട ഇപ്പൊ ഈ ഫ്ലോർ ശരിയല്ല, അതുകൊണ്ട് നമുക്ക് മുട്ട തരാൻ പറ്റത്തില്ല. മാത്രമല്ല നിങ്ങൾ പരിപാടി നേരത്തെ തുടങ്ങിയായിരുന്നു ഈ മുട്ട അറിയാതെ വന്നേനെ. ഇപ്പൊ ഈ ഫ്ലോറിൽ ശരിയാവത്തില്ല, മുട്ടയുടെ പരിപാടി ശരിയാവത്തില്ല. നിങ്ങൾ വേറെ ഐറ്റം കാണിക്കും. ഓക്കെ, നമ്മുടെ ഞെട്ടിക്കുന്ന മറ്റേ ഐറ്റം ഐറ്റം കാണിക്കും. ഇതെന്താണ്? കണ്ടില്ലേ? എല്ലാവരും കണ്ടില്ലേ? ഈ മുന്ത MT ആണ്. അയ്യോ, MTയുടെ മൊന്തയാണോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് തൊടുവെങ്കിലും ചെയ്യട്ടെ. നിങ്ങൾ ഏത് MT ആണ് ഉദ്ദേശിച്ചത്? MT വാസുദേവൻ നായരുടെ മൊന്തല്ലേ? MT വാസുദേവനാണ് മുന്തയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ മുന്ത MT ആണെന്ന് പറഞ്ഞാൽ ഇത് ശൂന്യമാണ്, തന്റെ തലയുടെ കൂട്ട്. ഇതിനകത്തൊന്നുമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? ഇനി ഞങ്ങൾ ഇന്ത്യയിലെ 3 പുണ്യ നദികൾ പേര് പറയൂ. ആ നദികളിലെ ജലം ഞാൻ ഇതിൽ നിന്ന് വരുത്തും. MT ആണോ നോക്കട്ടെ നിങ്ങള്? നോക്കൂ നോക്കൂ. ഒന്നുമില്ലല്ലോ. നോക്കൂ. എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. ഈ 3 പുണ്യ നദികളിലെ ജലം, പുണ്യജലം ഞാൻ ഈ മുന്തയിൽ വരുത്തും. നിങ്ങൾ പറയുന്ന 3 പുണ്യ നദികളുടെ ജലം ഈ മൊന്തയിൽ നിന്ന് പ്രൊഫസർ വരുത്തും. അതൊക്കെ നമ്പർ ആയിരിക്കും. പറഞ്ഞോളൂ. സിന്ധു. ഓക്കെ, സിന്ധു നദീ തടത്തിലെ ജലം പ്രൊഫസർ ഇതാ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. ഓക്കെ, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേ. ഇതാ നിങ്ങളുടെ മുന്നിൽ സിന്ധു നദീജലത്തിലെ വെള്ളം. ഇനി ഏത് പുണ്യ നദിയാണ് പറയാൻ പോലെ? ഇനി ഏതാണ്? ഗംഗയിലെ വെള്ളം ഇതാ അതിസാഹസികമായിട്ട് നിങ്ങളെ വെച്ച് വിസ്മയിപ്പിക്കുന്നു. യമുന 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 यमुना 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 का प्यार यमुना का प्यार प्यार ना കണ്ടോ യമുന വെള്ളപ്പൊക്കമാണ് ഇത്രയും വെള്ളം വന്നത്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേ. അടിപൊളി അടിപൊളി. അതെ പ്രൊഫസറെ ഇതെല്ലാം കേരളത്തിന് വെളിയിലുള്ള നദികളല്ലേ? അതെ. അത് നമുക്ക് നമ്മുടെ കേരളത്തിനകത്തുള്ള ഭാരതപ്പുഴയിലെ കുറച്ച് ജലം കിട്ടിയായിരുന്നു. ഭാരതപ്പുഴയിലെ ഭാരതപ്പുഴയില് ഇതിനകത്ത് മണലെടുക്കുന്ന ഓപ്ഷൻ ഇല്ല. വെള്ളം അല്ല, പിന്നെ ഇപ്പൊ അവിടെ വെള്ളമുണ്ട്. ഇല്ല, ഭാരതപ്പുഴയിൽ വെള്ളമില്ലായിരുന്നു. അത് അന്ന് ഇപ്പോഴുണ്ട് ഇഷ്ടംപോലെ മഴ പെയ്ത് ഇഷ്ടംപോലെ വെള്ളം കണ്ടല്ലേ? ഭാരതപ്പുഴ വെള്ളമില്ല. വെള്ളമുണ്ട്. ഭാരതപ്പുഴ വെള്ളം ഉണ്ടായിരിക്കും, പക്ഷെ ഈ സ്പോഞ്ചിനകത്ത് ഇനിയും വെള്ളമില്ല. വേറെ ഏതെങ്കിലും നല്ല ഐറ്റം കാണിക്കും. നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ണിന് വിസ്മയം കൊള്ളുന്ന ഞങ്ങളുടെ പ്രൊഫസറുടെ ഏറ്റവും പുതിയ ഇതെന്താണിത്? ഒരു തുണി കഷ്ണം അല്ലേ? തുണി കഷ്ണം ഞെട്ടിക്കാൻ പോവുകയാണ്. എന്റെ മാസ്റ്റർ പീസ് ഐറ്റം. ആരെങ്കിലും ഒരു വാച്ച് തരൂ. വാച്ച് കൊടുക്കൂ. വാച്ച് തരൂ. വാങ്ങിച്ചോണ്ട് വരൂ. വിലയുള്ള വാച്ചാണല്ലോ അല്ലേ? ഗൾഫിൽ പോയി മേടിച്ച വാച്ചാണ്. എന്ത് വില വരും? ആയിക്കോട്ടെ, ഓക്കെ. നെറ്റ്സന്റെ വാച്ച്. ആ വാച്ചിനൊരു കൈയ്യടി കൊടുക്ക. ഈ വാച്ചിനൊരു കൈയ്യടി കൊടുക്ക. കണ്ട നല്ല വാച്ച് കണ്ട? ഈ വാച്ച് കണ്ട? ഇനിയാണ് വാച്ച്. ഇവിടെയാണ് കളി. ഈ വാച്ച്, ഈ മനോഹരമായ വാച്ച് ദാ അതിമൃഗീയമായി ഞാൻ ഇതിൽ പൊതിയുകയാണ്. അതിമൃഗീയമായി ഞാൻ പൊതിയുകയാണ്. എല്ലാവരും കൺമുന്നിൽ വെച്ച് ഞാൻ ഒരു ഒളിയില്ല മറയില്ല ഒന്നുമില്ല. ദാ കൊണ്ടുവരൂ.
ഇനിയാണ് നിങ്ങളെ അമ്പലിപ്പിക്കാൻ പോകുന്നത്. ഇത് തല്ലിപ്പൊട്ടിച്ചിട്ട് പുതിയ തരുമായിരിക്കും, അങ്ങനെ ആയിരിക്കും. അതായിരിക്കും. ഓക്കേ. ഓ ഹാ. അടിക്കേ. ദേ വാച്ച്. അത് കുഴപ്പമില്ലെന്നേ. ഇനിയാണ് മാജിക്. മാജിക്കാണ്. ഇവിടെയാണ് മാജിക്. ഹാ, ഹാ. ഇവിടെയാണ് മാജിക് നടക്കാൻ പോകുന്നത്. ഇനിയാണ് മാജിക് നടക്കാൻ പോകുന്നത്. ഇത് കഴിയട്ടെ, ഞാൻ കാണിച്ചു തരാം. അതിഗംഭീരമായിട്ട്, അതിവിജയകരമായിട്ട്. ഹാ. ഓക്കേ. ഇതോടെ ചോദിക്കാം. ഇനിയാണ് മാജിക്. ഇനിയാണ് മാച്ച്. താങ്കളുടെ വാച്ച് ഞാനൊന്ന് കാണിക്കാം. ഞെട്ടരുത്. അയ്യോ എന്നാ ചെമ്മീൻ ചമ്മന്തി കണ്ട കണ്ട എല്ലാം ഇനി നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ചെയ്യാലോ. അയ്യോ ചെയ്യാലോ. അതിനെന്നാ കുഴപ്പം? ഇതെന്തിനാ ഞാൻ മറച്ചു വെച്ച് ചെയ്യുന്ന? ഒരു കുഴപ്പമില്ല. കണ്ടിക്കട്ടെ. ദാ, നിങ്ങളുടെ മുന്നിൽ വെച്ച് മന്ത്രമില്ല, മായമില്ല, കൺകെട്ടില്ല, ഒരു വ്യാജ പരിപാടികളില്ല. രംഗുൺ വാല പുകഴ്ത്ത് പുകഴ്ത്ത്. രംഗുൽ വാലയുടെ അതിഗംഭീരമായ ലൈവായിട്ടുള്ള ഒരു മാജിക്കാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ഇനിയാണ് കളി. ഇനിയാണ് കളി. ഇവിടെയാണ് കളി. ഇനിയാണ് കളി നടക്കാൻ പോകുന്നത്. പൊട്ടിപ്പോയെന്ന് നെൽസൺ ഞെട്ടിപ്പോകുന്ന വാച്ച് കണ്ടോളാം ഇപ്പൊ. ഓക്കെ വേണം. മാജിക്കാത്. കൈയടിച്ചോളൂ. കയ്യടി പുറത്ത്. കയ്യടി പുറത്ത്. കയ്യടി തുറക്കാൻ പോവുകയാണ്. തുറക്കാൻ പോവുകയാണ്. കണ്ടോളൂ, കണ്ടു തുറന്നോളൂ. ഇനിയാണ് മാജിക്. ഇനിയാണ് മാജിക്. ഇനിയാണ് മാജിക്. ഇനി ആയിരിക്കും. കണ്ടോ, ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല. ഇനിയാണ് മാജിക്. ഇവിടുന്ന് മടക്കിയില്ല. അതാണ്. ഓക്കെ. അതെ, ഇനിയാണ് മാജിക്. ഇനിയാണ് മാജിക്. എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേക്കൂ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേക്കൂ. എല്ലാവരും ഒന്ന് കണ്ണടച്ചേക്കൂ. ഓക്കെ, കണ്ണടച്ചേക്കൂ. റെഡി? 1 2 3 എന്ന് പറയുമ്പോൾ കണ്ണടക്കണം. 4 എന്ന് പറയുമ്പോൾ കണ്ണ് തുറക്കണം. എല്ലാവരും അടക്കണം. റെഡി? 1 2 3 എന്ന് പറയുമ്പോൾ കണ്ണടക്കണം. 4 എന്ന് പറയുമ്പോൾ കണ്ണ് തുറക്കണം. എല്ലാവരും കണ്ണടക്കണം. എന്റെ വാച്ച് മാജിക് നടക്കാൻ പോവുകയാണ്. ഇവിടെയാണ് മാജിക്. 1 2 3. തുറക്കാവോ ചേട്ടാ? തുറക്കട്ടെ. രൺഗുൺവാലോ തുറക്കട്ടെ. കണ്ടു പറഞ്ഞേ. അമ്മ ഇവിടെ കാണുന്നില്ലല്ലോ. അല്ല, വാച്ച് അവിടെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാലോ. അത് റെഡിയാക്കി വെച്ചിട്ടായിരിക്കുമല്ലോ മാജിക്കിന്റെ ലാസ്റ്റുള്ള സംഭവം. അതെ അതെ, വാച്ച് ഇവിടെ കറക്റ്റ് ആയിരിക്കും. അതെ 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 അതെ. ഇപ്പൊ കണ്ടോണം ഞെട്ടു നീ. അപ്പോഴേ വാച്ച് കറക്റ്റാ ചേട്ടാ. എല്ലാ അല്ല, ഈ വാച്ച് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് അമ്മ മാജിക് കാണിച്ചില്ലല്ലോ. വാച്ച് പൊട്ടിച്ചതിന് ശേഷമാണ് അവർ യഥാർത്ഥ മാജിക് കാണിച്ചത്. എന്ത് മാജിക് കാണിച്ചത്? ഈ മാജിക്കിന്റെ പേരാണ് എസ്കേപ്പ്.